എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഷെയർ ചെയ്യുന്നത് ഗീ റൈസിൻ്റെ റെസിപ്പിയാണ്. ബസ്മതി അരി കൊണ്ട് വളരെ ഈസി ആയിട്ട് നല്ല രുചിയിൽ എളുപ്പത്തിൽ എങ്ങനെയാണ് ഒട്ടിപ്പിടിക്കാതെ നെയ്ച്ചോറ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 6 പേർക്ക് സെർവ് ചെയ്യാൻ പാകത്തിന് 2 കപ്പ് ബസ്മതി റൈസ് എടുക്കാം. വൈറ്റ് ബസ്മതി റൈസോ ഗോൾഡൻ ബസ്മതി റൈസോ എടുക്കാം. പല ബ്രാൻഡിൻ്റെ കിട്ടും, ഏത് ബ്രാൻഡ്സ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇന്ത്യ ഗേറ്റിൻ്റെ സെല്ല റൈസാണ്. ഒരു മീഡിയം സൈസിലുള്ള സവാള വളരെ തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് സ്പൈസസ് ആയിട്ട് പട്ട, ഗ്രാമ്പൂ, ഏലക്ക എടുത്ത് വയ്ക്കാം. ഒരു 2-3 ചെറിയ കഷ്ണം പട്ട മതി. 4 മുതൽ 6 വരെ ഏലക്ക എടുക്കാം. 4 മുതൽ 6 വരെ തന്നെ ഗ്രാമ്പൂ എടുക്കാം. 2 ടേബിൾ സ്പൂൺ വീതം കാഷ്യൂനട്ടും കിസ്മിസും എടുക്കാം, അല്ലെങ്കിൽ ഒരു 10 എണ്ണം വീതം എടുക്കാം. ഒരു ചെറിയ ക്യാരറ്റ് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞ് വയ്ക്കാം. ഒരു പകുതി ചെറുനാരങ്ങയും ഒരു പച്ചമുളകും എടുത്ത് വയ്ക്കാം. ഒരു തണ്ട് കറിവേപ്പില കൂടി ഇതിലേക്ക് വേണ്ടി എടുത്ത് വയ്ക്കാം. ആദ്യം അരി 10 മിനിറ്റ് ഒന്ന് കുതിർത്തി വെക്കണം. 10 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ അരി കുതിർത്തി വെക്കാം. ഇങ്ങനെ അരി സോക്ക് ചെയ്ത് വെക്കുന്നത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ലപോലെ കഴുകിയതിന് ശേഷം കുറച്ചധികം വെള്ളത്തിൽ 10 മിനിറ്റ് എങ്കിലും മിനിമം കുതിർത്തി വയ്ക്കുക. ഒരു അരമണിക്കൂറിൽ കൂടുതൽ കുതിർത്തി വയ്ക്കാനും പാടില്ല. അരി കുതിർത്തി വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ വെള്ളം കൂടി തിളപ്പിക്കാൻ വെക്കണം. കുറച്ചധികം വെള്ളത്തിൽ വേവിച്ചെടുത്തതിന് ശേഷം ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. 8 മുതൽ 10 കപ്പ് വരെ വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് മുറിച്ച് വെച്ചതെന്ന് കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബാക്കി നമുക്ക് ഫ്രൈ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാം. നേരത്തെ എടുത്തു വെച്ച കറിവേപ്പിലയിൽ നിന്നും സവാളയിൽ നിന്നും കുറച്ച് മാത്രം ചോറ് വേവിക്കുന്നതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ളത് നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാം. പച്ചമുളക് ചെറുതായി ഒന്ന് മുറിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പകുതി ചെറുനാരങ്ങയും ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചോറ് വേവുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. 1.5 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് വെള്ളത്തിൽ കുറച്ച് മുന്തി നിൽക്കണം, എന്നാൽ മാത്രമാണ് ചോറ് വെന്ത് വരുമ്പോൾ ആവശ്യത്തിന് ചോറിന് ഉപ്പുണ്ടാവുള്ളൂ. ഉപ്പ് കൂടി ചേർത്ത ശേഷം വെള്ളം നന്നായി തിളപ്പിച്ചെടുക്കുക. നല്ലോണം വെള്ളം തിളച്ചതിന് ശേഷം മാത്രം അതിലേക്ക് ഊറ്റി വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കണം. ചേർത്ത് കൊടുത്ത് ആദ്യത്തെ ഒരു 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ നന്നായി തിളപ്പിക്കുക. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കുക. ഏകദേശം ഒരു 7 മിനിറ്റ് കൊണ്ട് തന്നെ ഈ അരി നന്നായി വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണയോ നെയ്യോ ചേർക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്യുന്നത്. അതിലേക്ക് ചെറുതായി കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. സവാള ഏകദേശം ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് അതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ആദ്യമേ തന്നെ ക്യാരറ്റ് ചേർക്കണ്ട, കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. സവാള അത്യാവശ്യം നല്ലൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കത് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതേ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് കാഷ്യൂനട്ടും കിസ്മിസും ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ചൂടായിരിക്കും, അതുകൊണ്ട് തന്നെ ഇട്ട് കൊടുത്ത് വളരെ പെട്ടെന്ന് തന്നെ അത് തയ്യാറായി കിട്ടും. ജസ്റ്റ് അങ്ങ് ഇട്ട് കൊടുക്കുക. ഒരു 10 സെക്കൻഡ് കൊണ്ട് തന്നെ ഈ കാഷ്യൂനട്ടും കിസ്മിസും ഒക്കെ തയ്യാറായിട്ടുണ്ടാവും. അതും ഒരുപാട് കരിഞ്ഞു പോവാതെ തന്നെ പെട്ടെന്ന് കോരി മാറ്റി വയ്ക്കാം. ചെയ്തതിൻ്റെ കൂടെ കുറച്ച് മല്ലിയില കൂടി എടുത്ത് വയ്ക്കാം. ചോറ് 7 മിനിറ്റിന് ശേഷം ഊറ്റിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഊറ്റിയെടുത്തിട്ടുള്ള ചോറ് നല്ല ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ആദ്യം കുറച്ചിട്ട് കൊടുക്കുക. അതിന് മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് സവാളയും ക്യാരറ്റും ഒക്കെ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ നെയ്യും ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം, കാരണം നമ്മൾ ഇതുവരെ നെയ്യ് ചേർത്തിട്ടില്ല. അടുത്ത ലെയറായിട്ടും കുറച്ച് ചോറിട്ട് കൊടുക്കുക. ഫ്രൈഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ പാലിൽ കുറച്ച് സാഫ്രോൺ കലക്കിയെടുത്തതാണ്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്താൽ ഒരു ചെറിയൊരു മഞ്ഞ കളർ കിട്ടും. ഇതിപ്പോൾ സാഫ്രോണിൻ്റെ ഒരു മഞ്ഞ കളറാണുള്ളത്. ഒന്ന് മിക്സ് ചെയ്ത് അതും കൂടി ഒഴിച്ചു കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും ഈ ഒരു നെയ്ച്ചോറിന്. ഉള്ളവർ മാത്രം ചെയ്താൽ മതി. ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ഫോയിൽ പേപ്പർ ഉപയോഗിച്ച് കവർ ചെയ്യാം. ഒരു ലിഡ് ഉപയോഗിച്ച് നന്നായി അടയ്ക്കാം.
ഒട്ടും തന്നെ എയർ കയറാതെ വേണം ഇത് മൂടി വയ്ക്കാൻ. എന്നിട്ട് ചെറിയ തീയിൽ ഒരു 15 മിനിറ്റ് വെച്ച് കൊടുക്കുക. 15 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ വെക്കാം. ഏറ്റവും ചെറിയ തീയിൽ സിമ്മിലാണ് വെക്കേണ്ടത്. ഈ പാത്രത്തിന് അടിയിൽ നിന്ന് ചൂട് പിടിച്ച് മുകളിൽ വരെ എത്തി നല്ലപോലെ ചൂടായി ദമ്മായി വരുമ്പോഴേക്കും ഈ ഒരു ചോറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒട്ടും തീ കൂട്ടി വെക്കാൻ പാടില്ല. ഇങ്ങനെ 30 മിനിറ്റ് ഏറ്റവും ചെറിയ തീയിൽ വെച്ച് എന്നിട്ടും ഒരു 15 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നല്ലപോലെ സെറ്റായി നല്ല ടേസ്റ്റ് എല്ലാം പിടിച്ചിട്ടുള്ള ഒരു റൈസാണിത്. കുറച്ച് നേരവും കൂടി വെയിറ്റ് ചെയ്തിട്ട് ഇത് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോഴാണ് ആ ഒരു നെയ്യും അതുപോലെ എല്ലാം ആ ഒരു ചോറിലേക്ക് ആ ഫ്ലേവറൊക്കെ നന്നായി പിടിച്ച് കിട്ടുന്നത്. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റിയാണ്. ഒരു ചോറ് മറ്റൊന്നിൽ ഒട്ടിപ്പിടിക്കാതെയാണ് ഉള്ളത്. അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. പാലിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തുകൊണ്ട് തന്നെ അത് നമുക്ക് റൈസ് സോഫ്റ്റ് ആവാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതൊരു ബിരിയാണി റൈസായിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം കേട്ടോ. ബിരിയാണി മസാല ഇതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഇതുപോലെ ദം ചെയ്തെടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു നെയ്ച്ചോറിന് പലതരം കോമ്പിനേഷൻസ് നമുക്ക് എടുക്കാം. ചിക്കനോ മട്ടനോ ബീഫോ എടുക്കാം. ഇനി വെജ് ആണ് ഇഷ്ടമുള്ളവരെങ്കിൽ നമുക്കൊരു വെജ് കറിയുടെ കൂടെയും ഇത് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം.